ചെറുതായിട്ട് മല്ലിയില അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹായ് ഓൾ, നമ്മളിന്ന് എറണാകുളത്താണ്. അപ്പോൾ നമ്മൾ ബാൻഡിൻ്റെ കൂടെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ കൂടെ ഇവിടെ എറണാകുളത്ത് പ്രാക്ടീസിന് വന്നതാണ്. സോ ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കേണ്ടത് വിചാരിച്ചപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം. ലേശ എണ്ണ, കോക്കനട്ട് ഓയിൽ. ഓക്കെ, നമുക്ക് ഇതിടാം. കറുവപ്പട്ട, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി. ഓക്കെ, ഫസ്റ്റ് ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ബ്രൗണ്, ഈ വെളുത്തുള്ളി ചെറിയൊരു ബ്രൗണ് ആണ് വരെ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. ആ ഫ്ലേവറൊന്നും നന്നായിട്ട്. നമുക്ക് ഇനി ഇതിടാം കേട്ടോ, സവോള. നമ്മുടെ സാരംഗി ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നുറുക്കുന്നുണ്ട്. നല്ലോണം കുനുകുനാന്ന് നുറുക്കില്ലേടാ, നല്ല കുനുകുനാന്ന് നുറുക്കിയിട്ട് നമ്മൾ ഈ തക്കാളി ചോറിനൊപ്പം നല്ല ഉരുളക്കിഴങ്ങ് ഉപ്പേരി നല്ല ഫ്രൈ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഓക്കെ, ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം ഇല്ലേ, ഇന്നർ ഭാഗം മര്യാദയ്ക്ക് വേവേ ഇല്ല. സോ ഏറ്റവും ബെസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനാണ്. അത് ഞാൻ പഠിച്ചേക്കണേ, അതായത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗം മാത്രം ഇങ്ങനെ വെന്തിട്ട് കിട്ടും, ഉള്ളിൽ വേവേ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ലേശം പച്ചമുളക് ഇടാം. ഒരു മീഡിയം സൈസിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുനുകുനാന്ന് അരിയണമെങ്കിൽ അങ്ങനെ അരിയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സൈസിൽ അരിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം അത് വെന്തതിന് ശേഷം ഉടച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഓക്കെ, നമ്മൾ ലേശം ഉപ്പിട്ടുണ്ട്. ഓക്കെ, ഞാൻ അത് ലേശം നേരം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാവട്ടെ. ആ തക്കാളി ഒന്നും സമ്മതിക്കില്ല, കുക്കർ സമ്മതിക്കില്ല. എൻ്റെ അടുത്ത് ഈ പറയാൻ സമ്മതിക്കില്ലേ കുക്കർ. മിണ്ടാണ്ടിരിക്കും കുറച്ച് നേരം. ഈ തക്കാളി ഒന്ന് നന്നായി ഒന്ന് വെന്ത് വന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ലോ ഫ്ലെയിമിലിരുന്ന് സെറ്റാവും. പിന്നെ അധികം പണിയില്ല. പിന്നെ നേരെ നമ്മൾ ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് നേരെ ഇതിലേക്ക് ഇടുക, അത്രേ ഉള്ളൂ. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ ആ ചോറിൻ്റെ ഒപ്പം മിക്സ് ആക്കുമ്പോൾ നല്ല രസമായിരിക്കും. മഞ്ഞപ്പൊടി, ലേശം കുരുമുളക് പൊടി, ലേശം മുളക് പൊടി. ഓവറായിട്ടില്ല, കുറച്ച് കുറച്ചാണ്. നമുക്ക് ഫ്ലേവർ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ്, ഇപ്പോൾ ചോറ് കൂടിയോ സംശയമുണ്ട്, ചോറ് കൂടിയോ സംശയമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഉപ്പിടാം. പക്ഷേ ഞാൻ ചോറുണ്ടാക്കുമ്പോൾ പോലും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കണേക്കാളും മുന്നേ ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ സെറ്റാണ്. ഇനി ഇതിലേക്ക് ചോറ് ആഡ് ചെയ്താൽ ആകെ കുളമാവും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ തക്കാളി ചോറ്, ഇങ്ങനെയാണ് വന്നേക്കണേ കേട്ടോ. കൈപുളി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേറെ പാത്രത്തേക്ക് ഒന്ന് മാറ്റാം കേട്ടോ. കാരണം ഇതിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാണ്ട്. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെറുതായിട്ട് മല്ലിയില അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗാർണിഷിങ് പോലെ. അടിപൊളിയില്ലേ സാരംഗ? എപ്പിടി ചോറ്? എപ്പിടി? സ്റ്റൈ ചോറ്, സ്റ്റൈ കെയർ ചോറ് സെറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മുടെ ലഞ്ച് എന്നാലും സെറ്റായി. ലഞ്ച് സക്സസ്. ബൈ.